എൻ്റെ പേര് ആൻസി. എനിക്ക് ഗ്യാസുമായി ബന്ധപ്പെട്ട് വളരെയധികം ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു. അതുപോലെ ഗ്യാസ് കയറി ഞാൻ ഛർദ്ദിക്കുമായിരുന്നു. അതിന് ഞാൻ കുറേ ഡോക്ടേഴ്സിനെയൊക്കെ കാണിച്ചിട്ട് എനിക്കൊരു കുറവുണ്ടായിരുന്നില്ല. ഞാനിപ്പോൾ ഇവിടെ സൺ ഹോസ്പിറ്റലിൽ എനിക്കൊരു ഹെർണിയും ഫൈബ്രോയിഡുമായി ബന്ധപ്പെട്ട് ഞാനിവിടെ സർജറിക്ക് വേണ്ടി വന്നതാണ്. അപ്പോൾ സാവിയോ സാറ് പറഞ്ഞു ഫൈബ്രോയിഡിന് ഗൈനക്കോളജി മാഡത്തിനെ കാണണമെന്ന് പറഞ്ഞിട്ട് ഞാൻ ശോഭന മാമിനെ കാണുകയും ശോഭന മാം എൻ്റെ സർജറിയുമായി ബന്ധപ്പെട്ട് എൻ്റെ യൂട്രസും അതുപോലെ കുടലുകളും ചുരുങ്ങിയിരിക്കുന്ന ഒരു അവസ്ഥയുണ്ടായിരുന്നു. അത് റിമൂവ് ചെയ്തതിന് ശേഷമാണ് എനിക്ക് ലാപ്രോസ്കോപ്പി കൂടെ എൻ്റെ ഫൈബ്രോയിഡ് റിമൂവ് ചെയ്തത്. അതിനുശേഷം ഇപ്പോൾ 1 മാസത്തോളം കഴിഞ്ഞു. എനിക്കിതുവരെ ഛർദിയോ ഗ്യാസിൻ്റെ അസ്വസ്ഥതകളോ ഒന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ പീരീഡ് സമയത്ത് പെയിനും അതുപോലെ വയറുവേദനയും ഗ്യാസിൻ്റെ അസ്വസ്ഥതകളൊക്കെ ഉണ്ടെങ്കിൽ ചിലപ്പോൾ ലാപ്രോസ്കോപ്പി വഴി നമുക്കത് മാറി കിട്ടുന്നതായിരിക്കും എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഞാൻ ഡോക്ടർ ശോഭന മോഹൻദാസ്. ആൻസിയെ പോലെ ഗർഭപാത്രം, കുടൽമാലകൾ ഇവ ശരീരത്തിൽ വയറിലെ മറ്റ് ഭാഗങ്ങളിൽ ഒട്ടിപ്പിടിച്ച് നിൽക്കുന്ന പലർക്കും ഗ്യാസോ വയറുവേദനയോ മാസമുറ സമയത്ത് ഭയങ്കര വേദനയോ ഉണ്ടാവാറുണ്ട്. ഇത് സ്കാനിൽ കണ്ടുപിടിക്കാൻ പറ്റില്ല. പല മാർഗങ്ങളിലൂടെയും രോഗം മാറാതിരിക്കുമ്പോൾ, പ്രത്യേകിച്ച് ഇതിനു മുമ്പ് പല ശസ്ത്രക്രിയയും ചെയ്ത ആൾക്കാർക്കോ അടിവയറിൽ ഇൻഫെക്ഷൻ അണുബാധ ഉണ്ടായിരുന്ന ആൾക്കാർക്കോ ഒക്കെ ഈ കണ്ടീഷൻ ഉണ്ടാവാറുണ്ട്. കുറച്ച് പേരാണെങ്കിലും ഈ ഒരു വിഭാഗം ആൾക്കാർക്ക് നല്ല പ്രയാസങ്ങൾ ഉണ്ടാവാറുണ്ട്. അതിന് ലാപ്രോസ്കോപ്പി വളരെ ഉപകാരപ്രദമായിരിക്കും. താങ്ക് യു സോ